എൻ്റെ പേര് റാണി ജോസഫ്, സ്ഥലം പുത്തൻകുരുട്ടി ഇടവകയാണ്. എൻ്റെ വയറിൻ്റെ മസിൽ 10 വർഷമായിട്ട് പൊട്ടിയിരിക്കുകയായിരുന്നു. എൻ്റെ പ്രസവത്തോടുകൂടി സംഭവിച്ചതാണ്. എൻ്റെ മോനുണ്ടായി കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ വയറിൻ്റെ മസിൽ പൊട്ടി ഇങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ് പോലെ എൻ്റെ വയർ വീർത്തിരിക്കുകയായിരുന്നു. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു. കുനിയുവാനോ ജോലി ചെയ്യുവാനോ കിടക്കുവാനോ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ വയറെ തൊട്ട് നോക്കിയാൽ അകത്തോട്ട് കൈ ഇറങ്ങിപ്പോകുന്ന പോലെ ഈ തൊലിയുടെ ബലത്തിൽ മാത്രമാണ് വയറ് നിന്നിരുന്നത്. വളരെയധികം സഹനങ്ങളായിരുന്നു. നടുവിന് വേദനയും ജോലി ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. 2011 മാർച്ച് മാസത്തെ 20-ാം തീയതി ധ്യാനത്തിൽ അട്ടപ്പാടിയിൽ പോയി താമസിച്ച് ധ്യാനിക്കുവാൻ എനിക്ക് ദൈവം ഇടവരുത്തി. അവിടെ വെച്ച് 2 ദിവസത്തിന് ശേഷം ജോയി അച്ഛൻ എന്ന അച്ഛൻ അവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവിടെ ചെന്നു. എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഈശോ സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അച്ഛൻ എനിക്ക് തന്ന ആ വെഞ്ചരിച്ച എണ്ണ കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിച്ചു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും അനുഭവപ്പെട്ടില്ല. ഞാൻ എൻ്റെ സീറ്റിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വലിയ ഭാരം പോയതുപോലെ അനുഭവപ്പെട്ടു. ഞാൻ എൻ്റെ വയറിൽ തൊട്ട് നോക്കിയപ്പോൾ ഒരു വലിയ ബോളിനകത്ത് കാറ്റ് പോയതുപോലെ വയറ് പൂർവ്വസ്ഥിതിയിലാകുകയും എൻ്റെ മസിലുകൾ ബലപ്പെടുത്തുകയും ചെയ്തു. എന്നെ ശക്തിപ്പെടുത്തി, എന്നെ ബലപ്പെടുത്തി, എനിക്ക് സൗഖ്യം തന്ന ദൈവത്തിന് 1000 നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരി രേഖപ്പെടുത്തിയിട്ട് ഇങ്ങനെയാണ്. ഈ സഹോദരിയുടെ ഒരു പ്രസവത്തെ തുടർന്ന് മസിലുകൾ പൊട്ടിപ്പോയിട്ട് ഒരു വയറിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് എന്തൊക്കെയോ കുറേ സാധനം ഇട്ട് വെച്ച മാതിരിയായിരുന്നു വയറ്. തൊട്ടാൽ അതെങ്ങനെ അതേപോലെ കടന്ന് കളിക്കുക. ഇങ്ങനെ പൂർണ്ണ ഗർഭിണിയുടെ വയറുകൾ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് കുറേ സാധനമൊക്കെ ഇട്ട് കടലാസൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ അതേമാതിരി ഇങ്ങനെ വയർ. അതാണ് എഴുതിയിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് നിറച്ച് വെച്ചാൽ അങ്ങനെ അതേമാതിരിയായിരുന്നു വയറിൻ്റെ സ്ഥിതി. തൊലിയുടെ ബലം കൊണ്ട് മാത്രമാണ് അത്രയും കാലം അതേപോലെയായിരുന്നു സ്ഥിതി. ഇതൊരു മെഡിക്കൽ സയൻസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ അട്ടപ്പാടിയിൽ ഒരച്ഛൻ ഒരു കൊച്ചച്ഛൻ, അതായത് പട്ടം കിട്ടിയിട്ട് ഇത്ര പ്രായമാകണം നിർബന്ധമൊന്നുമില്ല ദൈവശക്തി പ്രകടമാകാൻ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഒരു കൊച്ചച്ഛൻ, ആ അച്ഛൻ വെഞ്ചരിച്ച എണ്ണ ഒരു തുള്ളി അങ്ങോട്ട് കൊടുത്തിട്ട് യേശുവിൻ്റെ നാമത്തിൽ വയറ് ചുരുങ്ങി പോട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിച്ച് അങ്ങോട്ട് വിട്ട് സീറ്റിൽ ചെന്നിരുന്ന് നോക്കുമ്പം ഇതാ വയറ് ചുരുങ്ങി സാധാരണ മസിലിന് ബലമായി, പേശികൾക്ക് ബലമായി, സാധാരണ വയറായി. ദൈവം അനുഗ്രഹിച്ച് ഇതാരോഗ്യത്തോടെ തന്നെ ഇപ്പോഴും ഇവിടെ വന്ന് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. നന്നായിട്ട് കൈകൾ ഉയർത്തി വീശി വീശി കൈയടിച്ച് യേശുവേ